കേരള ബാങ്ക് മാതൃകയിൽ വയനാട്ടിൽ ദുരിതബാധിതരുടെ വായ്പാ തുകകൾ എഴുതിത്തള്ളണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ. ബാങ്കുകൾ പിടിച്ചെടുത്ത നടപടിക്കെതിരെ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഉയർത്തുന്നത്. കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കാണ് ഡിവൈഎഫ്ഐ ഉപരോധിക്കുന്നത്. വായ്പകൾ എഴുതിത്തള്ളിയ കേരള ബാങ്കിൻ്റെ മാതൃക മറ്റ് ബാങ്കുകളും പിന്തുടരണമെന്ന് കൂടി ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരിതബാധിതരിൽ നിന്നും ഈടാക്കിയ വായ്പാ തുക തിരികെ നൽകണമെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തെ തുടർന്നു കൂടിയായിരുന്നു. അതേസമയം വയനാട്ടിൽ തെരച്ചിൽ 3 ആഴ്ച പിന്നിടുകയാണ്. സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇതുവരെ അതായത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ കൈത്താങ്ങായി നിന്ന ഡിവൈഎഫ്ഐ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടി കൈത്താങ്ങുകയാണ്. കാരണം കേരള ബാങ്കിൻ്റെ മാതൃക പിന്തുടർന്ന് മറ്റ് ബാങ്കുകളും ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ടാണ് പ്രക്ഷോഭത്തിലേക്ക് ഡിവൈഎഫ്ഐ നീങ്ങുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? ജിംഷാദ്, ഇപ്പോൾ ഗ്രാമീണ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിന് മുന്നിലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും മറ്റ് യുവജന സംഘടനകളുടെ നേതൃത്വത്തിലും ശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ഇന്ന് രാവിലെ 7 മണി മുതൽ ഈ കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിന് മുന്നിലാണ് സമരം നടത്തിയത്. ഇപ്പോൾ ബാങ്കിൻ്റെ മാനേജർ ഡിവൈഎഫ്ഐ ഭാരവാഹികളുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചില ആളുകൾക്ക് പൈസ തിരികെ നൽകി എന്നൊരു വിചിത്രവാദമാണ് ഡിവൈഎഫ്ഐ നേതാക്കളോട് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ ഇത് തികച്ചും തെറ്റായ ഒരു രീതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം നിരവധി ആളുകൾക്ക് ഇതുവരെ പൈസ തിരികെ ലഭിച്ചിട്ടില്ല. അത്തരം ആളുകളുടെ പാസ്ബുക്ക് അടക്കം ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സമരത്തിനെത്തിയ ആളുകൾ, സമരത്തിന് ഈ വായ്പ എടുത്ത ആളുകൾ ഡിവൈഎഫ്ഐയുടെ സമരത്തിനെത്തിയിരുന്നു. അവർക്ക് പൈസ തിരികെ ലഭിച്ചില്ല എന്ന കാരണം അടക്കം ഈ ഉന്നത ഉദ്യോഗസ്ഥരെ, ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരെ ഡിവൈഎഫ്ഐ നേതാക്കൾ ധരിപ്പിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് അവരുടെ പാസ്ബുക്ക് അടക്കം ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഡിവൈഎഫ്ഐ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്ന ഒരു തെളിവ് കൂടി ഇവരെ കയ്യിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കാരണം ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ ഡിവൈഎഫ്ഐ നേതാക്കളോട് നേരത്തെ വന്നപ്പോൾ പറഞ്ഞത് നിരവധി ആളുകൾക്ക് പണം തിരികെ കൊടുത്തു എന്നാണ് ഈ ബാങ്കിൻ്റെ മാനേജർ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത്. എന്നാൽ അത് തികച്ചും തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഈ പിടിച്ച വായ്പകൾ തിരികെ ലഭിച്ചില്ല എന്ന വ്യക്തി തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഈ സമരപന്തലിലെത്തി മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. അതിനാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ അടക്കം ആളുകൾ ഇവിടെ എത്തി ഇതിൻ്റെ ഒരു സമരം ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി തന്നെ ഇപ്പോൾ ഇവിടെ തീർച്ചയായും അവരുടെ മുദ്രാവാക്യം അടക്കം കേൾക്കേണ്ടതുണ്ട് സച്ചിൻ. കാരണം ഇതുവരെ കൈത്താങ്ങ ആയിരുന്ന, കാരണം നമ്മൾ ഈ ദുരിതാശ്വാസ മേഖലയിലൊക്കെ ചിരപരിചിതമായ ഡിവൈഎഫ്ഐയുടെ മുഖങ്ങൾ, ആ ദുരിതാശ്വാസ പ്രവർത്തകർ ആയി ധരിച്ചിരുന്ന യൂണിഫോം ഊരിയെന്ന് മാത്രമല്ല, അവർ തന്നെയാണ് ഇപ്പോൾ ഈ ഉപരോധത്തിലും ദുരിതബാധിതർക്കായുള്ള ഉപരോധത്തിലും പങ്കാളികളാകുന്നത്. ആ മുഖങ്ങൾ പോലും നമുക്ക് പരിചിതമാണ്. അപ്പോൾ അങ്ങനെ അർത്ഥത്തിൽ, അതായത് പ്രാദേശിക തലത്തിലുള്ളവരടക്കം നോക്കൂ, ഈ ഡിവൈഎഫ്ഐക്കൊപ്പം മറ്റ് യുവജന സംഘടനകൾക്ക് കൂടി ഇതിലേക്ക് ഭാഗവാക്കാകേണ്ടി വന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത് ആദ്യം ഉന്നയിക്കുന്നത് ഡിവൈഎഫ്ഐ ആണ്. അങ്ങനെ ഇപ്പോൾ സച്ചിൻ ഉള്ളത് ഗ്രാമീൺ ബാങ്കിന് മുന്നിലാണല്ലേ? ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി നമുക്കൊക്കെ ചേർന്നത് ഇപ്പോൾ നിരവധി ആളുകൾക്ക് പൈസ കൊടുത്തു എന്നൊരു തെറ്റായ വാദമാണ് നേരത്തെ ഈ ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. അതെ, നേരത്തെ മാനേജർ നമ്മളോട് പറഞ്ഞത് ഇത് കൊടുത്തു എന്നാണ്. ഈ ആളുകൾക്ക് എല്ലാവർക്കുമുള്ള പൈസ കൊടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പൈസ പോയ വ്യക്തി രാജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പശു വളർത്താൻ വേണ്ടി 8 പശുക്കൾ വാങ്ങാൻ വേണ്ടി എടുത്ത വായ്പയാണ്. അത് തിരിച്ചു നൽകിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം നേരിട്ട് നമ്മുടെ ഡിവൈഎഫ്ഐയുടെ സമരത്തിൻ്റെ ഭാഗമായി എത്തി. അദ്ദേഹത്തിന് പൈസ അക്കൗണ്ടിലേക്ക് നിലവിൽ കയറിയിട്ടില്ല. അത് വ്യക്തമാക്കുന്നത് ഇവർ പറഞ്ഞ വാദം തെറ്റാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി പൈസ കയറിയതിനു ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കാൻ കഴിയൂ. മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. അവരിവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവർ ആ നിലയിൽ തീരുമാനമായതിനു ശേഷം മാത്രമേ നമുക്കിത് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ ശക്തമായ സമരത്തിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വായ്പ എടുത്ത ഗ്രാമീണ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത കൈരളിക്കൊപ്പം ചേരുന്നുണ്ട്. ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾ വായ്പ എടുത്തത്? ഏത് ബ്രാഞ്ചിൽ നിന്നാണ് വായ്പ എടുത്തത്? എത്ര രൂപയായിരുന്നു വായ്പ? 3400 രൂപയാണ് കട്ടാക്കിയത്. അത് തിരികെ കിട്ടിയോ? ഇല്ല.
എപ്പോഴായിരുന്നു എടുത്തത്? എപ്പോഴായിരുന്നു വായ്പ എടുത്തത്? വായ്പ എടുത്ത 1 വർഷമാകാനായി. ഈ കളക്ടർ അടക്കം ഇന്നലെ പറഞ്ഞത് ഈ തിരികെ പിടിച്ച പൈസ തിരികെ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. കളക്ടർ ഉത്തരവിട്ടിരുന്നു, പക്ഷേ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല. ഞാൻ കട്ടായ പൈസ ഇന്ന് ബാങ്കിൽ പറഞ്ഞിട്ട് തീർച്ചയായും സച്ചിൻ ആ വിധത്തിൽ തന്നെയാണ്. കാരണം ഓരോ വ്യക്തിയുടെയും പ്രശ്നം, വയനാടിൻ്റെ പ്രശ്നം പൊതുവിൽ മാത്രമല്ല, വയനാട്ടിലെ ഓരോ പൗരൻ്റെയും ദുരന്തബാധിതൻ്റെയും പ്രശ്നം തങ്ങളുടെ പ്രശ്നമാണ്, അതൊരു സാമൂഹിക വിഷയമാണ് എന്ന ഉള്ളടക്കത്തിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ ഇതിനെ കാണുന്നത്. കാരണം ആ പശുവിനെ വാങ്ങിയ അദ്ദേഹത്തിന്, ആ ദുരന്തബാധിതന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും കട്ടാക്കിയ പണം അത് തിരികെ നൽകാമെന്ന് നേരത്തെ ബാങ്ക് അധികൃതർ പറഞ്ഞിരുന്നതാണ്. കാരണം കളക്ടറുടെ ഉത്തരവുണ്ട്, മുഖ്യമന്ത്രി പ്രത്യേകം നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഉത്തരവിറക്കിയതാണ്. പക്ഷേ ആ തുക കട്ടാക്കുകയും അത് തിരിച്ചു നൽകാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ ഒരു വ്യക്തിയുടെ പോലും പ്രശ്നത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നമായി കണ്ടാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിന് മുന്നിൽ ഉപരോധം തീർക്കുന്നത്. സച്ചിൻ തീർച്ചയായും ശക്തമായ സമരം തന്നെയാണ് ഇപ്പോൾ ഗ്രാമീണ ബാങ്കിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിരവധി പാവപ്പെട്ട ദുരിതബാധിതരെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ പാവപ്പെട്ട ആളുകളുടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിധിയിൽ നിന്നടക്കം 10,000 രൂപ നൽകിയിരുന്നു. ഈ പൈസയിൽ നിന്നാണ് വായ്പാ തുക പിടിച്ചെടുത്തത്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 10,000 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം ആദ്യഘട്ടം 617 പേർക്ക് നൽകിയത്. ഇതിൽ ചൂരൽമല ശാഖയിൽ, ഗ്രാമീണ ബാങ്കിൻ്റെ ശാഖയിൽ നിന്ന് വായ്പ എടുത്ത ആളുകളുടെയൊക്കെ തുക ഈ ബാങ്ക് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി പേർ ഇതിൻ്റെ ഭാഗമായി പരാതി നൽകിയിരുന്നു. ഇതിൽ ആദ്യം തന്നെ ഇത്തരത്തിലൊരു പരാതി ഉയർന്നപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലിനെ തുടർന്ന് ജില്ലാ കളക്ടറോട് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ കളക്ടർ വായ്പ എടുത്ത പിടിച്ചെടുത്ത തുകകളെല്ലാം തിരികെ നൽകണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നേരത്തെ കണ്ട രാജേഷ് എന്ന് പറയുന്ന വ്യക്തിക്കടക്കം ഇതുവരെ പൈസ തിരികെ ലഭിച്ചിട്ടില്ല. ആ വ്യക്തിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സമരപന്തലിലെത്തിയത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഡിവൈഎഫ്ഐക്കാരെ അടക്കം ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒറ്റക്കെട്ടായി സമരം ചെയ്യേണ്ട സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അക്രമ സമരം ഇപ്പോൾ ഡിവൈഎഫ്ഐ അടക്കമുള്ള അവർക്ക് നേരെ, പോലീസിന് നേരെയും ഇപ്പോൾ അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ ജിംഷാദ് കാണാൻ വേണ്ടി സാധിക്കുന്നത്.